ഷെഫ് പിള്ള സാറിൻ്റെ ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റ് ആട്ടോ ഇന്ന് കാണിക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തി, പൊറാട്ട, അതുപോലെ തന്നെ ഗീ റൈസ് ഇതിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 15ഓളം ചെറിയ ഉള്ളി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള, ചെറിയൊരു സവാള അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് കീറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന ശേഷം നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിയാതെ ശ്രദ്ധിക്കുക കേട്ടോ, ചെറിയ തീയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ, ഞാൻ അവിടെ 1 കിലോ ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. അത് കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ. ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ തക്കാളി മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് സ്റ്റീം ചെയ്തിട്ട് തക്കാളി വെന്ത് കിട്ടിയാൽ പെട്ടെന്ന് കുക്കാവുന്നതാണ് ഷെഫ് പിള്ള സാർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സ്റ്റീം ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വെന്തുടങ്ങിയിട്ടുണ്ടാവും. അത് കറക്റ്റാണ് കേട്ടോ, സംഭവം സെറ്റാണ്. അപ്പോൾ അത് തക്കാളിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം 2-3 തണ്ട് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ചെറുതായിട്ടൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നുകൂടെ നല്ലതായിട്ട് ആ ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. പിന്നെ ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു അരക്കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ, 1-ാം പാലുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് ഇത് വറ്റിച്ചെടുക്കാം കേട്ടോ. ഞാനൊരു സെമി ഗ്രേവിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനിയും ഒരു പ്രോസസ്സ് കൂടെ ഇതിൽ ബാക്കിയുണ്ട്. ഒരു പാൻ വയ്ക്കുക, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നമ്മളൊക്കെ നോൺ വെജിലേക്ക് അങ്ങനെ കടുക് ചേർക്കാറില്ല കേട്ടോ. പക്ഷേ ഷെഫ് പിള്ള സാറിൻ്റെ ഈ റെസിപ്പിയിൽ കടുകൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനും നല്ല സിമ്പിളാണ്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പൊറാട്ടയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.